സീറോ മലബാർ സഭയുടെ പരിശുദ്ധ സിനഡിന് പരിസമാപ്തിയായി. നല്ല വാർത്തകളാണ്. പുതിയ മെത്രാന്മാരുണ്ടാകുന്നു. നിലവിലുള്ള ബിഷപ്പുമാർ ആർച്ച് ബിഷപ്പുമാരായി ഉയർത്തപ്പെടുന്നു. തീർച്ചയായിട്ടും അഭിമാനവും സന്തോഷവുമുണ്ട്. പ്രത്യേകിച്ച് മിഷൻ പ്രദേശങ്ങളിൽ ഇത് വലിയൊരു ഉണർവിന് കാരണമാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഒരു കഥ ഓർക്കുക. അപ്പൂപ്പനും അമ്മൂമ്മയും അവർ ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. ഒരു ദിവസം അവർ ടാറിട്ട റോഡ് ലക്ഷ്യമാക്കി മൈലുകളോളം നടന്ന് റോഡിലെത്തി. അവരാദ്യമായിട്ട് ബസ്സിൽ കയറി അവർ സിറ്റിയിൽ വന്നിറങ്ങുകയാണ്. അവരുടെ ലക്ഷ്യം ആ സിറ്റിയിലെ വലിയൊരു ഹോസ്പിറ്റലാണ്. കാരണം മറ്റൊന്നുമല്ല, മരുമകൾ പ്രസവിച്ച് കിടക്കുന്നു. അപ്പോൾ പേരക്കുട്ടിയെ കാണണം. രണ്ടുപേരും കൂടി ആശുപത്രിക്കകത്തേക്ക് പ്രവേശിച്ചു. യാത്രയുടെ ക്ഷീണമൊക്കെ തീർക്കാനായിട്ട് ഒരു മൂലയ്ക്ക് അവരിയ്ക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ മുകളിൽ നിന്ന് തൊട്ടി പോലൊരു സാധനം താഴോട്ട് വരിക. ഇവരത് ശ്രദ്ധിച്ചു. കുറച്ചുപേർ ഇറങ്ങിപ്പോകുന്നു, മറ്റു ചിലർ കയറി വീണ്ടും മുകളിലേക്ക് പോകുന്നു. ഇത് പല ആവർത്തി അവർ കണ്ടതിന് ശേഷം അമ്മൂമ്മ അപ്പൂപ്പനോട് പറയുക, നിങ്ങളിത് ശ്രദ്ധിച്ചോ? അങ്ങോട്ട് കയറിപ്പോകുന്നവരല്ല തിരിച്ചു വരുന്നത്. തിരിച്ചു വരുന്നവർ ഒരു പുതിയ മനുഷ്യരായിട്ടാണ് വരുന്നത്, ചെറുപ്പക്കാരായിട്ട് വരിക. ഇത് ഞാൻ പണ്ട് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ കയറി മുകളിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ നല്ല യുവത്വമുള്ളവരായിട്ട് നമ്മൾ മാറും. അപ്പൂപ്പൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ ഒന്ന് പോയിട്ട് വാ. അങ്ങനെ അമ്മൂമ്മ തീരുമാനമെടുത്ത് ആ ലിഫ്റ്റിലെ കയറി മുകളിലേക്ക് പോയി. ലിഫ്റ്റ് ഓപ്പറേറ്റർ മുകളിൽ ചെന്നപ്പോൾ അമ്മൂമ്മയോട് ഇറങ്ങാൻ പറഞ്ഞു. അമ്മൂമ്മ ഇറങ്ങി നിന്നു. പകരം ഒരു നേഴ്സ് അതിലേക്ക് കയറി താഴേക്ക് വന്നു. അപ്പൂപ്പൻ ഇങ്ങനെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുക. അപ്പോൾ ഈ നേഴ്സിനെ കണ്ട പാടെ അപ്പൂപ്പൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അടി ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുകയും ആ നേഴ്സിൻ്റെ കാലിൽ കിടന്ന ചെരുപ്പിൻ്റെ പാട് അപ്പൂപ്പൻ്റെ കവിളിൽ പതിഞ്ഞു എന്നാണ് കഥ. ഞാനിത് പറയാൻ കാരണം, വിശ്വാസികൾ ഓരോ സിനഡിനും കാതോർത്തിരിക്കുകയാണ്. ശക്തമായ തീരുമാനങ്ങളുണ്ടാകും. സഭയെ കാർന്നു തിന്നുന്ന പ്രശ്നങ്ങൾക്ക് ഒരു വിരാമമുണ്ടാകും. എവിടെ? എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇപ്രാവശ്യവും നമുക്ക് പുതിയ മെത്രാന്മാരെ കിട്ടി. തീർച്ചയായിട്ടും മെത്രാന്മാരുണ്ടാവണം. എങ്കിലേ സുഗമമായ നടത്തിപ്പ്, സഭയുടെ പ്രവർത്തനം നടക്കത്തുള്ളൂ എന്നറിയാം. അത് എത്രമാത്രം മെത്രാനും ആയിക്കോട്ടെ, എത്ര പേരുണ്ടായാലും കുഴപ്പമില്ല. പക്ഷെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാര്യത്തിൽ ഒരു ചിറ്റമ്മ നയം എന്താണ് ഈ മെത്രാന്മാർക്കെന്ന് മനസ്സിലാകുന്നില്ല. അതിങ്ങനെ ഒരു പന്തിയിലെ രണ്ട് വിളമ്പ്. സഭയുടെ ഔദ്യോഗികമായ കുർബാന ഏതാണ്? അത് 34 രൂപതകളിലും ചൊല്ലുന്ന കുർബാനയാണ്, ഏകീകൃത കുർബാന. അപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയെ ചൊല്ലുന്നതോ അത് അവർക്ക് ഇഷ്ടമുള്ള കുർബാനയാണ്. അപ്പോൾ അത് അവർ ചൊല്ലിയാൽ മതിയോ? അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കുക. ഇതെന്തൊരു ന്യായമാണ് സഭയെ സംബന്ധിച്ചിടത്തോളം? ഞാൻ പള്ളിയിൽ പറഞ്ഞു, ശീർഷാസനത്തിൽ ചിലപ്പോൾ ഞങ്ങൾ ഇന്ന് കുർബാന ചൊല്ലും. ഞങ്ങൾ തീരുമാനിക്കുന്നത് മെത്രാൻ തോക്ക് ചൂണ്ടി ലാത്തി കാണിച്ച് ചൊല്ലണമെന്ന് പറഞ്ഞാൽ ചൊല്ലാൻ സൗകര്യമില്ല എന്ന് ഞങ്ങൾ പറയും. സൗകര്യമില്ല എന്ന് പറയും. ഞങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത്, ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് ഞങ്ങൾ വിചാരിക്കുന്ന കുർബാന ചൊല്ലും. കുറെ അനുസരണഘട്ട വൈദികര് അവരുടെ തോന്നിവാസം നടത്തുമ്പോൾ ദൈവജനം എന്ത് പഴച്ചു? അവർക്ക് അർഹതപ്പെട്ട സഭയിലൂടെ കിട്ടേണ്ടുന്ന ദൈവിക കൃപ, സഭയുടെ കൂദാശകൾ, അത് മായം ചേർക്കാതെ കിട്ടാനായിട്ട് അവർക്ക് അവകാശമില്ലേ? ഇതിനെക്കുറിച്ച് എന്താണ് നമ്മുടെ മെത്രാന്മാർ ബോധവാന്മാരാകാത്തത് എന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ശക്തമായ തീരുമാനങ്ങൾ എടുക്കണം, അനുസരണ പഠിപ്പിക്കണം. തീർത്തും അനുസരിക്കാത്തവരെ പറഞ്ഞയക്കണം ഈ സഭയിൽ നിന്നും. പക്ഷേ ഈ സഭയിലെ ഏകീകൃത കുർബാന, ബലിയർപ്പണം അത് നടക്കുക തന്നെ വേണം. മെത്രാന്മാരുടെ തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് സന്തോഷമുണ്ടെങ്കിൽ ഒരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഈ ലിഫ്റ്റേ കയറി മുകളിലോട്ട് പോയി തിരിച്ചു വരുന്നത് പോലെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു മെത്രാൻ രൂപപ്പെട്ടു വന്നാൽ അത് സഭയ്ക്ക് എന്തുമാത്രം ഗുണം ചെയ്യും എന്നതിനെക്കുറിച്ച് സംശയമുണ്ട്. കാര്യം തീർച്ചയായിട്ടും നല്ല വിദ്യാഭ്യാസമുള്ള PhD ഒക്കെ ഉള്ള മെത്രാന്മാരായിരിക്കും അവരൊക്കെ. പക്ഷെ സഭയെക്കുറിച്ച് വേണ്ടത്ര അറിവോ
സഭയെ സ്നേഹിക്കാനായിട്ടുള്ള കഴിവോ അവർക്കുണ്ടായിരിക്കണമെന്നില്ല. പലരും താന്താങ്ങളുടെ ദൃഷ്ടിയിൽ സഭയെ കാണുന്നവരായിരിക്കാം. അവരുടെ ബുദ്ധിയുടെ ആധിക്യം കൊണ്ടാണ്, അങ്ങനെ ബുദ്ധി കൂടിയ മെത്രാന്മാരുള്ളത് കൊണ്ടാണ് ഈ സഭയ്ക്ക് ഇത്രയും വലിയ പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നത്. സഭ എന്താണെന്ന് അറിയത്തില്ല, സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ, ലിറ്റർജി എന്താണെന്ന് അറിയത്തില്ല. എന്നിട്ട് മെത്രാനാകുമ്പോൾ അവരവരുടെ ദൃഷ്ടിയിലെല്ലാം കാണുന്നു, എന്തൊക്കെയോ ആക്കി കൂട്ടാനായിട്ട്, വരുത്തിച്ച് എന്തൊക്കെയോ ചെയ്തു കൂട്ടാനായിട്ടുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അവിടെയാണ് സ്പ്ലിറ്റ് ഉണ്ടാകുന്നത്. സഭയ്ക്ക് എപ്പോഴും ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടാകാവുള്ളൂ. അവിടെ മെത്രാന്മാർ അമ്പയെ പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മെത്രാനായിട്ട് ഒരാളെ നമ്മൾ പേര് നിർദ്ദേശിക്കപ്പെട്ടാൽ 1 വർഷമെങ്കിലും നമ്മൾ സമയം കൊടുക്കണം സഭയെക്കുറിച്ച് പഠിക്കാനായിട്ട്. സീറോ മലബാർ സഭയിലാണ് മെത്രാനായിട്ട് അവർ അഭിഷേകം ചെയ്യാൻ പോകുന്നെങ്കിൽ, അഭിഷിക്തരാകാൻ പോകുന്നെങ്കിൽ സീറോ മലബാർ സഭയെക്കുറിച്ച് അറിയണം. അവരത് പഠിക്കുകയും അതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് അറിയുകയും അതിൻ്റെ തനിമ അവർ ആസ്വദിക്കുകയും വേണം. കുറഞ്ഞ പക്ഷം മെത്രാഭിഷേകത്തിന് അവർ ചൊല്ലുന്ന ബലി, കുർബാന, അത് സുറിയാനി ഭാഷയിലായിരിക്കണം. ഇത് പറയാൻ കാരണം സുറിയാനി ഭാഷയെ അവജ്ഞയോടെ കാണുന്ന മെത്രാന്മാർ നമുക്കുണ്ട്. സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പുച്ഛിക്കുന്ന മെത്രാന്മാർ നമുക്കുണ്ട്. അതുകൊണ്ട് സഭയെ സ്നേഹിക്കുവാനായിട്ടുള്ള ഒരു സമയം, സഭയെ അറിയുവാനായിട്ടുള്ള ഒരു സമയം അവർക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ പക്ഷം. പ്രിയ മെത്രാന്മാരെ, ഇതെല്ലാം സ്നേഹത്തോടെ പറയുന്നതാണ്. നിങ്ങൾക്ക് മാത്രമല്ല സഭയെക്കുറിച്ച് സ്നേഹം, അൽമായരായ സാധുക്കളായ ഞങ്ങൾക്കും ഈ സഭയെക്കുറിച്ച് പ്രതീക്ഷയുണ്ട്. ഞങ്ങളൊക്കെ സഭയെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് എല്ലാവരും ഐക്യപ്പെടണമെന്നും ഒരേ ബലി അർപ്പണത്തിലൂടെ കടന്നു പോകണമെന്നൊക്കെ ഞങ്ങൾ സാധാരണ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത്രയെങ്കിലും നിങ്ങളൊന്ന് മനസ്സ് വെക്കണം. തന്നെയല്ല, ഇതിനകത്ത് വലിയൊരു അപകടമുണ്ട്. സഭ വളരുന്നതിനനുസരിച്ച് ഇപ്പം കൂടുതൽ മെത്രാന്മാർ വരുന്നു, കൂടുതൽ രൂപതകൾ വരുന്നു, രൂപതകൾ അതിരൂപതകളാകുന്നു, ഒക്കെ നല്ലതാണ്. പക്ഷെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ വിമത പ്രശ്നത്തിന് ഈ ഒരു കുർബാന വിഷയം അതിന് അവസാനിപ്പിച്ചില്ലെങ്കിൽ, അതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ സഭ എത്രമാത്രം വളരുന്നോ അത്രമാത്രം ശക്തമായിരിക്കും ഈ സഭയുടെ പതനവും എന്നാണ് ഞങ്ങളുടെയൊക്കെ ചെറിയ ബുദ്ധിക്ക് തോന്നുന്ന കാര്യങ്ങൾ. കാരണം അത്രമാത്രം മുളയെടുത്ത ഈ ഒരു വിമത പ്രവർത്തനം ശക്തി ആർജിക്കുന്നൊരു വടവൃക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അവർ സഭയ്ക്കൊപ്പം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സഭയെ ഉന്മൂലനം ചെയ്യുന്നിടം വരെയും അവർ ശക്തി ആർജിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരേ സമയം സഭ വളരുന്നു, നല്ല കാര്യം. അതോടൊപ്പം സഭയിലെ ഈ ഒരു പുഴുക്കുത്തുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് വേണ്ടുന്ന നടപടികൾ എടുക്കുകയും സഭയെ വീണ്ടും ഒത്തൊരുമയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു വലിയ പരിശ്രമം കൂടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ സിനഡിലെങ്കിലും ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പ്രതീക്ഷിച്ചു. നിരാശ പതിവ് പോലെ ഞങ്ങളെ വേട്ടയാടി. താങ്ക് യു.